വയനാട് മാനന്തവാടി നഗരസഭയിലെ വിവിധ പദ്ധതികളിൽ വ്യാപക ക്രമക്കേടുകളെന്ന ഓഡിറ്റ് റിപ്പോർട്ട് പുറത്ത്. നഗരസഭ പാലിക്കേണ്ട പർച്ചേസ് മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും കൌൺസിൽ അംഗീകാരമില്ലാതെ പദ്ധതികൾ നടപ്പിലാക്കുന്നുവെന്നും നേരത്തെ ആരോപണമുയർന്നിരുന്നു. ലോക്കൽ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 27.66 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനും നഗരസഭയോട് നിർദ്ദേശിച്ചു. 2022-23 സാമ്പത്തിക വർഷത്തെ ലോക്കൽ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് മാനന്തവാടി നഗരസഭയിലെ വിവിധ പദ്ധതികളിൽ ഗുരുതര വീഴ്ചകളും വ്യാപക ക്രമക്കേടും കണ്ടെത്തിയത്. വസ്തുനികുതി പിരിവ് വാർഷിക കണക്കുമായി പൊരുത്തപ്പെടുന്നില്ല. പൊളിച്ചു നീക്കിയ കെട്ടിടങ്ങളുടെ നികുതി ഒഴിവാക്കിയതിനാലും നികുതി നിരക്ക് കുറച്ച നികുതി നിർണ്ണയിക്കുന്നതിനാലും നഗരസഭയ്ക്ക് വൻ തുക ധനനഷ്ടമുണ്ടാകുന്നു. നഗരസഭ വാടകയ്ക്ക് നൽകിയ കെട്ടിടത്തിൽ മാലിന്യം നിക്ഷേപിച്ചതുമൂലം വൻ തുകയാണ് ധനനഷ്ടമുണ്ടാകുന്നത്. കടുവയുടെ ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ട കർഷകർക്ക് പുനർജീവന പദ്ധതിയിൽ സബ്സിഡിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ല. ലൈസൻസ് ഇല്ലാതെ നിരവധി റേഷൻ കടകളും കെട്ടിടങ്ങളും നഗരസഭയ്ക്ക് കീഴിൽ അനധികൃതമായി പ്രവർത്തിക്കുന്നു. തുടങ്ങിയവയെല്ലാം ഓഡിറ്റ് റിപ്പോർട്ടിലെ ക്രമക്കേടുകളിൽ ചിലത് മാത്രം. നികുതി കുറക്കുമെന്ന് പറഞ്ഞിട്ടാണ് UDF അധികാരത്തിലേക്ക് വന്നത്. പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളതാണ്. കുറച്ചില്ല എന്ന് മാത്രമല്ല, കൃത്യമായിട്ട് നികുതി പിരിച്ചെടുക്കുന്നതിലോ അല്ലെങ്കിൽ അതുമൂലമുണ്ടാകുന്ന വരുമാനം സംരക്ഷിക്കുന്നതിലോ ഉള്ള ഒട്ടേറെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഓൺ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യത പാലിക്കുകയോ അതിന്റെ വ്യക്തമായ കണക്കുകൾ ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിക്കുകയോ ചെയ്യാത്തത് കാരണം CFC ഫണ്ട് നഷ്ടപ്പെടുന്ന ഒരു അനുഭവവും ഈ നഗരസഭയ്ക്ക് സമീപകാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. 68 ലക്ഷം രൂപ ചിലവഴിച്ച 3 വർഷം മുൻപ് നിർമ്മാണം ആരംഭിച്ച ഗ്യാസ് ക്രിമിറ്റോറിയം പണി പൂർത്തീകരിക്കാതെ മുടങ്ങിക്കിടക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 22-23 സാമ്പത്തിക വർഷത്തിലെ നമ്മുടെ പദ്ധതി വിഹിതം ആകെ ചെലവഴിക്കാൻ സാധിച്ചിട്ടുള്ള 47% മാത്രമാണ്. നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന 13 കോടി രൂപ ഈ നഗരസഭയിൽ ചെലവഴിക്കേണ്ട തുക ചെലവഴിക്കാൻ സാധിക്കാതെ നഷ്ടപ്പെടുത്തി. മാത്രമല്ല, കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ഇവിടെ നടക്കുന്ന ബന്ധു നിയമനങ്ങൾ, അനധികൃത നിയമനങ്ങൾ, അതുപോലെ തന്നെ നടക്കുന്ന പർച്ചേസുകളിലൊക്കെ വലിയ രീതിയിലുള്ള അഴിമതികളാണ് നടക്കുന്നത്. നഗരസഭയിലെ ക്രമക്കേടുകൾക്കെതിരെ വരും ദിവസങ്ങളിൽ സമരപരിപാടികളിലേക്ക് കടക്കാനാണ് LDF തീരുമാനം. പൂർണ്ണമായിട്ടും ഇവർ കൈവയ്ക്കുന്ന മേഖല എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലേക്ക് കമ്മീഷൻ അടിച്ചു മാറ്റാൻ പറ്റുന്ന ഇടപാടുകൾ നടത്തുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ തന്നെ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായിട്ടും ശരിവയ്ക്കുന്ന തരത്തിൽ ഇപ്പോൾ നഗരസഭയുടെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും CPIM-നെ സംബന്ധിച്ച് ഈ കാര്യങ്ങളിൽ രൂക്ഷമായ തരത്തിലേക്കുള്ള പ്രതികരണം ഉണ്ടാകും. ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. എന്നാൽ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ചില്ലെന്നും പരിശോധിച്ച ശേഷം മറുപടി പറയാമെന്നുമായിരുന്നു നഗരസഭാ ചെയർപേഴ്സന്റെ പ്രതികരണം. ഓഡിറ്റ് റിപ്പോർട്ട് ഞാൻ പരിശോധിച്ചില്ല. പരിശോധിച്ചതിന് ശേഷം ഞാൻ സമാധാനം പറയും. ഓക്കെ. ലോക്കൽ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്ന് നഗരസഭാ ഭരണസമിതിയിലെ ഒരു വിഭാഗത്തിനെതിരെ ആരോപണമുയർത്തി കോൺഗ്രസിലെ മറുവിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ, വയനാട്.